അങ്ങനെ നമ്മൾ ഒരു സൺസെറ്റ് കാണുവാനായി അഞ്ജന ബീച്ചിൻ്റെ മറ്റൊരു ആംഗിളിൽ വന്നിരിക്കുന്നു. ഒരു വ്യത്യസ്ത സൺസെറ്റാണ്. ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ട്രീറ്റാണ് ആ സൺസെറ്റ്. കാരണം അതിമനോഹരമാണ് ആ സൺസെറ്റ്. നമ്മുടെ ഓർമ്മകളെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ മനസ്സിനെ എല്ലാം താലോലിച്ചുകൊണ്ട്, എല്ലാം മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട്, പ്രണയത്തിൻ്റെ ഉൾനാമ്പുകൾ വിടർത്തിക്കൊണ്ട് ഒരു നൈസ് സൺസെറ്റ്. അടിപൊളിയല്ലേ? ഈ സൺസെറ്റിൻ്റെ ഇത്രയും മനോഹരമായൊരു സൺസെറ്റ് കിട്ടുവാനായിട്ട് ടൈം നോക്കി നമ്മൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഇങ്ങനെ സ്വർണ്ണ കിരണങ്ങൾ വിടർത്തി നിൽക്കുന്ന സൂര്യനും കടലിലേക്ക് കയറി നിൽക്കുന്ന ഈ പാറക്കല്ലും അത്രയും മനോഹാരിത സൃഷ്ടിച്ച് നൽകുന്ന ഈ ഒരു സായാഹ്നം സമ്മാനിച്ച പ്രകൃതിക്ക് നന്ദി. കുറച്ച് സാഹിത്യമായി പോയെന്നറിയാം, പക്ഷേ ഒരു രക്ഷയുമില്ല. ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നൊരു വഴി കാണുന്നത് കടൽ തിണ്ട്. ഇവിടെ വന്ന് നിന്ന് കുറച്ച് സാഹിത്യമൊക്കെ ആയില്ലെങ്കിൽ പിന്നെ എന്ത് പറയാൻ. ഇതിനു വേണ്ടി കാത്തിരുന്നത് ചില നിമിഷങ്ങളൊന്നുമല്ല, മണിക്കൂറുകളാണ്. കാരണം നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്നു എന്നാലേക്കും ഒന്നല്ലെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ലൈറ്റ് ആവും, അല്ലെങ്കിൽ ഈവനിങ് അങ്ങനൊരു എത്തി വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ സൈഡിലൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും സമയം ലേറ്റായി പോവും. അപ്പോൾ നമ്മളങ്ങനെ പല പ്രാവശ്യം മിസ് ചെയ്തു ഈ സൺസെറ്റ്. ഇന്നലെ നമ്മൾ ആരംഭൂരിലായിരുന്നു. ആരംഭൂരിലെ സൺസെറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ ഈ മനോഹര തീരം, തിരകൾ തള്ളുന്ന ഒരു ഇത് വരുന്നുണ്ടേ, തിര വരുന്നുണ്ടേ. ആ തിര വരുമ്പോഴൊരു ബ്യൂട്ടി ഉണ്ട് ഇവിടെ. ഉണ്ടാ ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് ഇവിടെ തിര ഇങ്ങനെ വരുമ്പോൾ. ഉണ്ടാ രസമല്ലേ നോക്കി. ഉണ്ടാ ഇത് രസമാണ് നോക്കി. പ്രകൃതി പുഞ്ചിരിക്കുന്ന പോലെയല്ലേ? വാ തെന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ നേരെ ക്യാമറ പിടിച്ചിട്ട് ഒരു 2 സ്റ്റെപ്പ് നടക്കണം, അല്ലെങ്കിൽ തെന്നി വീണാൽ പണി പാളും. അപ്പം അങ്ങനെ എന്താ രസം. ഇതിങ്ങനെ അടുത്ത് കിട്ടാൻ എത്ര കാത്തിരുന്നെന്നറിയാമോ? ഇങ്ങനൊരു കമ്പോസിഷൻ കിട്ടാൻ വേണ്ടി. നൈസല്ലേ? വാ, എന്നെ കൊതിപ്പിക്കുന്ന, എൻ്റെ മനസ്സിനെ ഊഞ്ഞലാടിപ്പിക്കുന്ന മനോഹരമായ ഈ ഒരു അന്തരീക്ഷവും. ഇവിടെ ഇപ്പോൾ മുംബൈയിൽ ചെറിയൊരു കൂളിംഗ് ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. അത് ആ കാറ്റ് വീശുമ്പോൾ ഇളം കാറ്റിന് ഒരു ചെറിയ തണുപ്പുണ്ട്. അതും കൂടി ആകുമ്പോൾ ഇവിടെ വന്നുള്ള ഈ സായാഹ്നത്തിന് 10 മാറ്റിൻ്റെ ഭംഗിയാണ്.
ഡം 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 ഡിഗിരം ഡം ഡട ഡം 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 ഡിഗിരം ഡം 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 ഡട ഡിഗിരം ഡം ഡട ഡം 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 ഡിഗിരം ഡം. ഇവിടെ മറ്റേ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുകയാണേ, വേണ്ട. ഇതിനോട് ചേർന്ന് മാസ്മരികമായ സംഗീതം കൂടി കൂടിയാവുമ്പോൾ എന്താ ഹാല്. ഇപ്പോൾ മനസ്സിലായോ ഫീൽ എന്താണെന്ന്? ഗോവ ചുറ്റിക്കറങ്ങാൻ വരുമ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ തന്നെ നമ്മൾ വന്ന കാശ് മുഴുവൻ മുതലാവും. യാത്ര ചെയ്തത്, വന്നത്, താമസിച്ചതെല്ലാം ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ തന്നെ മുതലാവും. ബാക്കിയുള്ളതൊക്കെ ലാഭം, ബാക്കി കാണുന്നതും കാഴ്ചയും എല്ലാം ലാഭം. സൂര്യൻ ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കും. അത് പുള്ളിയുടെ ഒരു പണിയാണ്. നമ്മളിതൊന്നും അറിയാതെ വേണ്ട, ഓരോ ആംഗിളിലെ ബ്യൂട്ടി വേണ്ട, വേണ്ട, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ കാണണം. അതാണ് അതിൻ്റെ ഭംഗി. ഇവിടെ ഇരുന്നൊരു 10 കവിതയെങ്കിലും എഴുതാം, അത്ര ഭംഗിയാണ്. ഇനി വേറൊരു ആംഗിൾ കാണിച്ചട്ടെ. തെന്നലുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഡേഞ്ചറസ് സോണാണ്. പക്ഷെ നമ്മൾ എടുക്കും. കുറച്ചൊക്കെ അഡ്വഞ്ചർ അല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിലൊരു സുഖം ഉണ്ടാവുക. വേണ്ട, അപ്പോൾ അവിടെ നിന്ന് വരുന്ന തിരയുണ്ടല്ലോ, അത് നമ്മളുടെ അടുത്തേക്ക് വന്ന് തഴുകും. എന്താ ഭംഗി നോക്കി. ഇതാ വന്നു, അല്ല നമ്മൾ തഴുകാൻ വരുന്നുണ്ടോ? വന്നു. അതിൽ വലുത് പറഞ്ഞ് വരുന്നുണ്ടേ. നമ്മളോട് തോന്നുന്ന പ്രണയമാണ് കടലിന്, പക്ഷെ നനയിപ്പിക്കും കേട്ടോ. പ്രകൃതിക്ക് നമ്മൾ എന്ത് ഇഷ്ടമാണെന്ന് നോക്കി. നമ്മൾക്കോ പണ്ട് പറയാറില്ലേ, കടലമ്മ കള്ളിന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ അതങ്ങ് മാച്ച് കളയെന്നൊക്കെ പറഞ്ഞൊരു കുസൃതിയൊക്കെ പറയാറില്ലേ. പക്ഷെ നമ്മളിവിടെ വന്ന് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രകൃതി നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പ്രകൃതി നമ്മളെ സ്നേഹിക്കാൻ ഉള്ള അവസരം ഒരുക്കി തന്നിട്ട് നമ്മൾ ശരിക്കും പ്രകൃതിയോട് എന്താ കാണിക്കണേ? മനുഷ്യൻ എന്തൊക്കെ അസംബന്ധങ്ങളാണ് കാണിക്കുന്നത് ജീവിതത്തിൽ, അല്ലേ? വല്ല സ്വയലാഭത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി വിഷയങ്ങളെ വളച്ചൊടിച്ച് തോന്നുന്ന രീതിയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇത് കാണുന്നില്ലേ? എനിവേ, ഈ സായാഹ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ സൂര്യൻ്റെ വശ്യതയും ഈ പ്രകൃതിയുടെ സൗന്ദര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ വന്നുപോയ വാക്കുകളാണത്. കാരണം അത്ര വശ്യമായ സൗന്ദര്യമാണ് ഇവിടം സമ്മാനിച്ചത് എനിക്ക്. അതുകൊണ്ട്
വർണ്ണിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതാണ് സത്യാവസ്ഥ. സോ ഫ്രെയിംസാണ്, ലെഫ്റ്റിലെ ഫ്രെയിമും റൈറ്റിലെ ഫ്രെയിമും മാറ്റി വയ്ക്കുമ്പോൾ എങ്ങനെയുണ്ട്, സൂര്യനെ ഓരോ സ്ഥലത്തേക്ക് സെൻട്രലിരിക്കുമ്പോൾ എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ആസ്വദിച്ചില്ലേ വേണ്ടുവോളം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കിട്ടിയ സായാഹ്നമാണ്. നല്ല ഈ ലൈറ്റ് വീഴുന്നത് എവിടെയാണ്, ഇത്ര മനോഹരമായ ലൈറ്റ് വീഴുന്നത് എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ അതിനുവേണ്ടി മിക്കവാറും കുറച്ച് അന്വേഷിക്കേണ്ടി വന്നു. കാരണം നമ്മൾ പല ബീച്ചിലും സായാഹ്നത്തിനോടനുബന്ധിച്ച് ഓടിയെത്തി. പക്ഷേ ഇത്രയും മനോഹരം ആയ ഒരു സായാഹ്നം എനിക്ക് സമ്മാനിച്ച പ്രകൃതിക്ക് നന്ദി. അപ്പോൾ നമുക്കിവിടെ നിന്നും ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയാവുന്നു. നമ്മൾ വീണ്ടും അന്വേഷണങ്ങൾ തുടരും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ നിന്നും ബായ് പറയുന്നു. ബായ്.